അംബിക മേഡോ? മാഡം ഇപ്പൊ ഒന്നു ഞാൻ വന്നിട്ട് കുറച്ചു നേരമായി പ്രിയേ. എന്താ ഇവിടെ നിന്ന് രണ്ടുപേരും കൂടെ സംസാരിക്കുന്നേ? എന്തെങ്കിലും രഹസ്യമാണോ? ഏയ് ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ കുറച്ച് നാട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞതാ. നമസ്കാരം അംബിക മാഡം. ഇങ്ങനൊരു ശുഭകാര്യത്തിലേക്ക് അംബിക മാഡത്തിനും വരാൻ തോന്നിയല്ലോ, നന്ദിയുണ്ട്. ഋതുമോള് മനസ്സിൽ ആഗ്രഹിച്ച ഒരു കാര്യം ദൈവം നടത്തി തന്നില്ല, പക്ഷെ മറ്റൊരു തരത്തെ അത് നടത്തി തന്നപ്പോ ദൈവത്തിന് വേണ്ടി നേർന്ന വഴിപാടായത്. അതെ, ഇപ്പോ ദൈവം ഋതികയുടെ കൂടെ ആണല്ലോ. അതുകൊണ്ടാണല്ലോ അവളുടെ പ്രശ്നങ്ങൾ തീരാനായിട്ട് ദൈവം തന്നെ പല വഴികൾ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോ രാധമ്മയുടെ പ്രാർത്ഥനയുടെ ഫലവാ ഋതികയുടെ അനുഗ്രഹം അല്ലേ? അതിനെന്താ അംബിക മാഡം സംശയം? എന്നും അമ്മമാരുടെ പ്രാർത്ഥനയാ മക്കളുടെ ശക്തി. ആരൊക്കെ ഋതികമോള് തോൽപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ വിശ്വസിക്കുന്ന ദൈവങ്ങളെ ഞാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച എന്റെ ഋതികമോൾക്ക് നല്ലതേ വരുത്തൂ. ഓ അത് ശരി. ആ അംബിക മാഡത്തിന് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ആവാം, എന്തെങ്കിലും എടുത്തോളൂ. ജേട്ട പറഞ്ഞു. ഇവിടെ പായസച്ചോറ് റെഡിയായി, ഞങ്ങൾ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പില്ല. നമ്മൾ എത്രയൊക്കെ വിചാരിച്ചിട്ടും തോൽപ്പിച്ചിട്ടും അവളുടെ ആഗ്രഹങ്ങൾ നടക്കാനായി ദൈവം അവളെ സഹായിച്ചു എന്നല്ലേ രാധമ്മ പറയുന്നത്? അതെ. അപ്പോ രാജുവിന്റെ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ നിവേദ്യം ക്ഷേത്രത്തിലെത്തിയാൽ ഋതികയ്ക്കും രാജുവിനും കൂടുതൽ ഐശ്വര്യം ഉണ്ടാവും. അവര് തമ്മിൽ കൂടുതൽ സ്നേഹവും പ്രണയവും ഉണ്ടാവും. ഈ നിവേദ്യം സ്വീകരിക്കുന്ന ദേവി നമുക്കെതിരെ തിരിച്ചടിച്ചു എന്നിരിക്കും. അത് ശരിയാ, പക്ഷെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ദൈവകാര്യങ്ങളല്ലേ. പ്രപഞ്ചവും ദൈവങ്ങളും ഒന്നും ഈ രാജുവിന്റെ കുടുംബത്തിന്റെ പ്രാർത്ഥന കേൾക്കാൻ മാത്രമുള്ളതല്ലല്ലോ.